പ്രാർത്ഥിക്കുന്ന ഓരോ ദൈവമക്കളും എക്കാലവും തിരിച്ചറിയണം, നിന്നെ ദർശിക്കുന്ന ദൈവത്തിന്റെ കണ്ണുകളും നിന്റെ പ്രാർത്ഥന കേൾക്കാൻ തുറന്നിരിക്കുന്ന ഒരു കാതുമായി ദൈവം നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പത്രോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 12-ാമത്തെ വചനം, കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. ഒന്നാമത്തെ സന്ദേശം, എപ്പോഴും ദൈവത്തിന്റെ കണ്ണുകൾ നിന്നെ ദർശിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിലൊരു വാക്യമുണ്ട്, യഹോവയുടെ കണ്ണ് തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് ഭൂമിയിൽ എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ കണ്ണ് ഓരോ വ്യക്തികളെയും ദർശിച്ചു കൊണ്ടിരിക്കുക. രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു ധൈര്യം തരുന്ന സന്ദേശം എന്താണെന്നറിയാമോ? നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ കാത് തുറന്നിരിക്കുന്നു. നാം എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണെങ്കിലും പ്രാർത്ഥിക്കാൻ ഏറ്റവും കൂടുതൽ നമുക്ക് ധൈര്യവും കരുത്തും പകരുന്നത് ഈ വചനമാണ്. കാരണം നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നുള്ള ഉറപ്പ്. നിങ്ങൾക്ക് ആ ഉറപ്പുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേൾക്കും. മറുപടി അല്പം ലേറ്റ് ആയാലും പ്രാർത്ഥന ദൈവം കേൾക്കും. നിശ്ചയമായും പ്രാർത്ഥിക്കുന്നവർക്കാണ് മറുപടി ഉള്ളത്, പ്രാർത്ഥിക്കാത്തവർക്ക് മറുപടിയില്ല. അപ്പൊ ആര് പ്രാർത്ഥിക്കുന്നുണ്ടോ അവർക്കാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി ഉള്ളത്. ഹന്നയെ നമ്മൾ പഠിക്കുമ്പോൾ ആലയത്തിനകത്ത് വന്നവൾ പ്രാർത്ഥിച്ചു. പ്രേയർ കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ മുഖം വാടിയില്ല. കാരണം എന്താണെന്നറിയാമോ? അവിടെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് അവൾക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പാണ്. ഇന്ന് ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു എന്നുള്ള ഉറപ്പ് നിങ്ങൾ ഏറ്റെടുക്കണം. ഒരിക്കലൊരു രാജാവിന് മരിക്കത്തക്ക രോഗം പിടിച്ചു. പ്രവാചകൻ വന്ന് രാജാവിനോട് പ്രവചിക്കുക, ഗ്രഹകാര്യം ക്രമപ്പെടുത്തിക്കോ, നീ മരിക്കും. പ്രവാചകൻ കൊട്ടാരത്തിൽ നിന്ന് പോയ ഉടനെ രാജാവ് ദൈവത്തിന്റെ മുഖത്തേക്ക് കൈകളെ ഉയർത്തിക്കൊണ്ട് കരയാൻ തുടങ്ങി. ചില മിനിറ്റുകൾക്കകം പ്രവാചകൻ തിരിച്ചു വന്നിട്ട് പറയുകയാണ്, നിന്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂട്ടിയിരിക്കും. കണ്ടോ? ഇപ്പൊ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്, ഉടനെ അതിന് മറുപടി തരുന്നൊരു ദൈവമുണ്ട്. ഈ മെസ്സേജിനകത്തുനിന്നൊരു സന്ദേശമുണ്ട്, നിന്റെ മറുപടി ഉടനെ ഉണ്ട്, നിന്റെ ഉത്തരം ഉടനെ ഉണ്ട്. അങ്ങനെ വിശ്വസിക്കാം, അങ്ങനെ പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കാണുന്ന 2 കണ്ണുകളുണ്ടെന്നും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്കായി തുറന്നിരിക്കുന്ന ഒരു കാതുണ്ടെന്നും ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ നാമം ചൊല്ലി അവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ പ്രോബ്ലംസിനെയും ദൈവം പരിഹരിക്കണം, എല്ലാ പ്രശ്നങ്ങളെയും ദൈവം മാറ്റണം. നാമേ കർത്താവ് അവരോട് കൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിശ്ചയമായും നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഗോഡ് ബ്ലസ് യു.